നമസ്കാരം. ഇന്നലെ ശ്വേതാ മേനോൻ ഒരു FB പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ശേഷം അവർ സ്വന്തം മുഖം വൈകൃതമായതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലർന്നു കടന്ന് തുപ്പുന്നതിന് തുല്യമാണ് അവർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച FB പോസ്റ്റ്. നമുക്കറിയാം, നേരത്തെ ക്രൈം അതിൽ കുറ്റം പറയുന്നത് പ്രധാനമായിട്ട് ക്രൈം നന്ദകുമാറിനെയും അതിൽ മാർട്ടിൻ മേനാച്ചേരിയാണ്. മാർട്ടിൻ മേനാച്ചേരി നേരത്തെ ഒരു കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാനാണ് കേസ് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളുടെയും ഫോൺ സൈറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പകരം ഞാൻ അറിയുന്നതിന് മുമ്പ് മാർട്ടിൻ മേനാച്ചേരി കേസ് കൊടുത്തു. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് ക്രൈം നന്ദകുമാറും മാർട്ടിൻ മേനാച്ചേരിയൊക്കെ ഉപയോഗിച്ച് അമ്മയിലെ അംഗങ്ങൾ പ്രവർത്തിച്ചു എന്നാണ്. ക്രൈം നന്ദകുമാറിനെ ആർക്കും വിലക്കെടുക്കാൻ പറ്റില്ല. ശ്വേതാ മേനോന് പലർക്കും വിലക്കെടുക്കാൻ പറ്റുമായിരിക്കാം. കാരണം ശ്വേതാ മേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണം കിട്ടുന്ന സ്ഥലത്ത് ഞാൻ എന്തും ചെയ്യുമെന്ന്. ഒരു ഇൻ്റർവ്യൂവിലല്ല, പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കോഴിക്കോട് ബലാത്തിക്കുളത്ത് മുമ്പ് ശ്വേതാ മേനോനെതിരെ നാട്ടുകാർ എന്തിനാണ് പ്രതിഷേധിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടല്ലോ. ഞാനും കോഴിക്കോടുകാരനാണ്. എൻ്റെ ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ ക്രൈം ഓഫീസ് പ്രവർത്തിച്ച ബിൽഡിങ്ങിലായിരുന്നു ക്ലാസിക് ബാബു എന്ന ഫോട്ടോഗ്രാഫറുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നത്. അവിടെ സ്ഥിരമായി വന്ന് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഫോട്ടോസാണ് എടുത്തത്, വീഡിയോസാണ് എടുത്തത് എന്ന് എന്നോട് നന്നായിട്ട് ക്ലാസിക് ബാബു പറഞ്ഞിട്ടുണ്ട്. അന്ന് സിനിമയിൽ വേഷം കെട്ടി വരുന്നേ ഉള്ളൂ, ചാൻസ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ക്ലാസിക് ബാബുവിനോട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക് ബാബുവിനോട് പറഞ്ഞിട്ട് പലരുമായി ബന്ധപ്പെട്ടതും എന്നിട്ട് കാര്യങ്ങൾ നടത്തിയതുമെല്ലാം എനിക്കറിയാം. അതൊന്നും ഞാൻ വിളമ്പാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ലാസിക് ബാബു എടുത്ത ചില വളരെ സെക്സിയായ ചില ചിത്രങ്ങൾ അന്ന് സിനിമ ടുഡേ എന്ന എൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ക്ലാസിക് ബാബുവിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമായിരുന്നു. അത് വിചാരിച്ചാൽ ശ്വേതാ മേനോൻ കാണാൻ ഭംഗിയില്ലാത്തൊരു ലേഡിയാണെന്നുള്ളതല്ല, പക്ഷേ ഏതറ്റം വരെയും ഇത്തരം ഫോട്ടോകൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. നാനയുടെ സെൻട്രൽ പേജ് പോലെ സിനിമ ടുഡേയിലും ഒരു പേജ് അങ്ങനെ ഉണ്ടായി, ഇതേപോലെയുള്ള ഗ്ലാമർ വേഷങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് ശ്വേതാ മേനോൻ്റെ ഫോട്ടോ വരികയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടുകാർ കൂടി കോഴിക്കോട് ബലാത്തിക്കുളത്ത് പ്രശ്നമുണ്ടാക്കി വേറെ ഒന്നിനുമല്ല, കാമസൂത്രയിൽ എന്ന് പറയുന്ന കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കുകയും അവർ ഇൻ്റർവ്യൂ കൊടുക്കുകയും ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കോടിക്കണക്കിന് ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫോൺ സൈറ്റുകളിൽ അടക്കം വന്ന വീഡിയോ, അത് കാമസൂത്രയുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ട് കോടിക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. അതിൽ മഹത്വവൽക്കരിക്കുകയാണ് അവർ ചെയ്തത്. കാരണം കോഴിക്കോട് നാട്ടുകാർക്ക് പോലും ഇറങ്ങിനടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ചിത്രങ്ങളായിരുന്നു, വീഡിയോസായിരുന്നു അന്ന് പുറത്തിറങ്ങിയിരുന്നത്. അതിൻ്റെ പേരിലാണ് നാട്ടുകാർ കൂടി ബിലാത്തിക്കുളത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും പോലീസ് ഇടപെടുകയും അവസാനം അച്ഛൻ പറഞ്ഞു, അവരെന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു എൻ്റെ മോളെ ഏത് വേഷം കെട്ടണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കുക, എൻ്റെ മകളാണ് തീരുമാനിക്കുന്നത്. അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടിനെയോ സമൂഹത്തെയോ വില വയ്ക്കാതെ അവർ അത്തരം വേഷങ്ങൾ തേടിപ്പോയി പണം കിട്ടിയാൽ മതി, ഏത് വേഷവും കെട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. നമുക്കറിയാം, രതിനിർവേദം, അതേപോലെ പ്രസവ രംഗം, അതേപോലെ ഉള്ള രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അവർ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹം, ഓരോരുത്തരുടെ വ്യക്തിത്വമാണ് അത്. അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്ത് പ്രസിദ്ധീകരിച്ചതിനാണ് എനിക്കെതിരെ അവർ കേസ് കൊടുത്തത്. എങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരു ഹർജി കൊടുത്തു, ആ റിപ്പോർട്ട് പുറത്തുവിടണം, അതോടൊപ്പം തന്നെ അതിൽപ്പെട്ട ആളുകൾക്കെതിരെ ബലാത്സംഗം ചെയ്തവർക്കെതിരെ കേസെടുക്കണമെന്ന്. ഹൈക്കോടതി അതിൻ്റെ പേരിലാണ് ഉത്തരവിട്ടത്. അതിൻ്റെ പേരിലാണ് കേരളത്തിൽ പല ബലാത്സംഗ കേസുകളും ഉണ്ടായി. പിന്നീട് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ട് എല്ലാവരെയും കേസൊക്കെ ഒഴിവാക്കുകയുണ്ടായി. ഒരു കേസ് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ വിഷയം അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവർ രാജിവെച്ചിരിക്കുകയാണ്. സ്വന്തം മുഖം വികൃതമായതിന് ക്രൈം നന്ദകുമാറിനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ക്രൈം നന്ദകുമാർ ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്ത 100% സത്യമാണെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്നെ അറസ്റ്റ് ചെയ്ത രീതി എങ്ങനെയാണ്? പിണറായി വിജയനെ
ചില പ്രമുഖ നടന്മാർ ബന്ധപ്പെട്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത കേസിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ശ്വേതാ മേനോനെയാണ് ഉപയോഗിച്ചത്. അങ്ങനെ ശ്വേതാ മേനോനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. അത് പിണറായി വിജയൻ ഇടപെട്ട് ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തതിന് ശേഷം എറണാകുളം ജില്ലാ കോടതി വരെ പോയ സമയത്ത് എന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നിർബന്ധമായും നോട്ടീസ് തരണം. 35(3) പ്രകാരമുള്ള BNSS പ്രകാരമുള്ള നോട്ടീസ് തരണം. ആ നോട്ടീസും തരാതെ എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രി ഹാജരാക്കുന്നു. എന്നിട്ട് എന്നെ റിമാൻഡ് ചെയ്യുന്നു. കാരണം എനിക്ക് അഡ്വക്കേറ്റും അതേപോലെ ജാമ്യക്കാർ ആ സമയത്തില്ല. പിറ്റേ ദിവസം എന്തായി, എനിക്ക് ജാമ്യം തരുന്നു കോടതി. ഒരു ദിവസം എനിക്ക് ജയിലിൽ പോകേണ്ടി വരുന്നതിൻ്റെ പേരിൽ 1-2 ദിവസം ജയിലിൽ വേണ്ടി വന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ തെളിവുകൾ കണ്ട് കോടതി പറയുന്നു ഇതിൽ കേസ് നിൽക്കുകയില്ല, ഇതൊരു കള്ളക്കേസാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ജാമ്യം തരുന്നത്. അപ്പം എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി ശ്വേതാ മേനോനെ ഉപയോഗിക്കുകയായിരുന്നു പിണറായി വിജയനും അതേപോലെ ചില നടന്മാരും. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ശ്വേതാ മേനോനെ കൂട്ടിലിട്ട് വിസ്തരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ അടുത്ത് അത്രയും തെളിവുകളുണ്ട്, ഞെട്ടിക്കുന്ന തെളിവുകളുണ്ടെന്ന് ഞാൻ തീർത്ത് പറയാം. അവരിത്രയും എനിക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരാൾ പോൺ സൈറ്റുകളിൽ അവരുടെ പേര് വരുന്നത്, അതായത് പോൺ സൈറ്റുകളിൽ നഗ്ന വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അവരുടെ വീഡിയോയ്ക്കെതിരെ എന്തിനാണ് കേസ് കൊടുക്കാത്തത്? അതിൻ്റെ പിന്നുള്ള രഹസ്യങ്ങൾ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, കോടതിയിൽ വെളിപ്പെടുത്തിക്കോളാം. അതിനുള്ള രേഖകളും ഞാൻ കോടതിയിൽ സമർപ്പിച്ചോളാം. ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്. ശ്വേതാ മേനോൻ പാർട്ട് ഫസ്റ്റ്. ഇപ്പോൾ 7 മണിക്കൂർ മുമ്പ് പോസ്റ്റ്. ഐ താങ്ക് എവരി വൺ ഹൂ ഹാസ് stood by me, but I feel it is important that I put my words before the public myself. The reason why I resigned is because I refused to be a puppet to anyone. ഞാൻ ആരുടെയും പപ്പറ്റ് ആയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് നിർബന്ധമായും പപ്പറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും എന്നെ പിണറായി വിജയനും അതേപോലെ ചില നടന്മാർക്കും വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ആർക്കാണ് തിരിച്ചടി കിട്ടാൻ പോണത്? ഈ ശ്വേതാ മേനോന് തന്നെയാണ്. ശ്വേതാ മേനോനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. വളരെ ഞെട്ടിക്കുന്ന തെളിവുകളും അതിനകത്ത് ഹാജരാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ തെളിവുകളും എൻ്റെ കൈവശം ഉണ്ടായിരിക്കും. അമ്മയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ക്രൈം നന്ദകുമാർ, മാർട്ടി മേനാച്ചേരി പോലുള്ളവരെ മുന്നിൽ നിർത്തി എനിക്കെതിരെ ദുഷ്പ്രചരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങൾ നടത്തി. ഞാൻ പ്രസിദ്ധീകരിച്ചത് 100% സത്യമാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കോടതിയിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ശ്വേതാ മേനോനെതിരെ ഞാൻ ക്രിമിനൽ കേസ് എടുക്കണമെന്നുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഗവൺമെൻറ് കേസ് എടുത്തില്ല. പക്ഷേ ഈ ഗവൺമെൻറ് എടുത്തില്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും. നിർബന്ധമായി ശ്വേതാ മേനോൻ ആ കേസിലെ പ്രതിയായിരിക്കും. മാത്രമല്ല നഷ്ടപരിഹാര കേസും ഞാൻ കൊടുക്കുന്നതായിരിക്കും. Despite all that, I won the election with the support of the majority of Amma members. I can assure them that I did everything to the best of my ability. Unfortunately, certain vested interests made sure that we never got the opportunity to investigate the wrongdoings of certain previous committee members. The accounts of the past 2 times, including ours, should be thoroughly reviewed. A forensic audit should be commissioned to ensure complete transparency and accountability. Even after my resignation, പുതുതായി ഇറക്കുമതി ചെയ്ത ചില കഥാപാത്രങ്ങളിലൂടെ വീണ്ടും ദുഷ്പ്രചരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങളും വ്യക്തിഹത്യാശ്രമങ്ങളും തുടരുകയാണ്. So let me make one thing very clear. I am neither a Sanghi nor a Kammi. I never attended even one function organized by the BJP-led central government or the previous LDF state government, even though I had all the invitations. Not before I became Amma president, not after I became Amma president. I stayed away when everyone else was chasing these invitations. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തിഹത്യയും വ്യക്തി അധിക്ഷേപവും തുടർച്ചയായി നേരിട്ടപ്പോൾ നിലപാടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്മയിൽ നിന്നും രാജിവെക്കാനാണ് തീരുമാനിച്ചത്. ദാറ്റ് ഡിസിഷൻ വാസ് നോട്ട് ഔട്ട് ഓഫ് വീക്ക്നെസ്, ഇറ്റ് വാസ് ഔട്ട് ഓഫ് സെൽഫ് റെസ്പെക്ട്. ദാറ്റ് ടു ബി കണ്ടിന്യൂഡ്. പിക്ചർ അബി ബാക്കി ഹേ മേരെ ദോസ്ത്. ചിരിക്കല്ലാതെ എന്താണ്, മലർന്ന് കടന്ന് തുപ്പാന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. 1992 അമ്മ എന്ന മഹത്തായ സംഘടന കേരളത്തിൽ നിലവിൽ വന്നത്. അതിൻ്റെ പ്രസിഡന്റുമായി ഇരുന്നിട്ടുള്ള മഹാന്മാരായ നടന്മാരായിരുന്നു. മധുവിനെ പോലെ, മോഹൻലാലിനെ പോലെ, അതേപോലെ ഇന്നസെന്റിനെ പോലുള്ള
അങ്ങനെയുള്ള ആളുകളെ ബഹുമുഖ പ്രതിഭകളാണ്, അവർക്കെല്ലാം ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇതൊന്നും കഴിവില്ലാത്ത നഗ്ന സിനിമയിൽ, അതായത് വളരെ വൾഗറായ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പരിചയമുള്ള, അതിനുവേണ്ടി പണം കിട്ടിയാൽ ഏത് വേഷവും ചെയ്യുന്ന ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം, അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അവരെന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, എന്നെ തെറ്റിദ്ധരിക്കണ്ട. അപ്പം അങ്ങനെയുള്ള ശ്വേതാ മേനോൻ അവർ ഒരു ഭരണം എങ്ങനെ കൊണ്ടു നടക്കണം, ഒരു സംഘടനയെ എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് അറിയാതെ തമ്മിൽ തല്ലിച്ച് എല്ലാ തരത്തിലും തട്ടിപ്പുകൾ നടത്തി അവസാനം സംഘടന പൊളിച്ച് അടിച്ച് പിരിഞ്ഞതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണ്ട എന്ന് കരുതി തന്നെയാണ് പല തെളിവുകളും എൻ്റെ കൈവശമുണ്ട്. ആദ്യത്തെ മാരേജ്, ഇപ്പോൾ രണ്ടാമത്തെ മാരേജായി, മൂന്നാമത്തെ മാരേജിൽ പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കൈവശമുണ്ട്. ഇതൊന്നും പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹമില്ല, കാരണം വ്യക്തിപരമായി ഒരാളെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന ആളാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെയും മോഡസ്റ്റിയെയും നമ്മൾ അവഹേളിക്കാൻ പാടില്ല. പക്ഷെ പബ്ലിക്കായുള്ള അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് അന്ന് പിണറായി വിജയനുള്ള സമയത്ത് കള്ളക്കേസ് എടുക്കാൻ വേണ്ടി സ്വാധീനിക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ എന്നെ ശ്വേതാ മേനോനെ കരുവാക്കി എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് എനിക്കൊരു മണ്ണാങ്കട്ടയും ഉണ്ടായിട്ടില്ല ശ്വേതാ മേനോൻ. ഇപ്പോൾ സ്വന്തം മുഖം വികൃതമായതിന് എന്നെ പഴിച്ചിട്ട് എന്താണ് കാര്യം? ആദ്യം സ്വന്തമായി മുഖം വികൃതമായതൊന്ന് ശരിയാക്കൂ. ഒരു മഹത്തായ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ ശ്വേതാ മേനോൻ വന്നപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്ത്രീയല്ലേ അവർ അമ്മയുടെ പ്രസിഡന്റ് ആവുന്നത്, വരട്ടെ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെക്കുറിച്ച് ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. പിന്നെ കാരണം എൻ്റെ അടുത്ത് തെളിവുകളില്ലാത്തത് കൊണ്ടല്ല. അതേപോലെ മാർട്ടിൻ മേനാച്ചേരിയെ ഞാനാണ് ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ചില പ്രചരണങ്ങൾ അയച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശ്വേതാ മേനോൻ തന്നെ ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി, എല്ലാവരുടെ അനുകമ്പ കിട്ടാൻ വേണ്ടി മാർട്ടിൻ മേനാച്ചേരിയെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് വലിയ പബ്ലിസിറ്റി ഹൈക്കോടതിയിൽ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ അന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അത് തടയിക്കുകയും ചെയ്ത് വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കാനും ഇരവാദം ഉണ്ടാക്കാനും കഴിഞ്ഞു. അതിലൂടെ അവർക്ക് സഹാനുഭൂതി ഉണ്ടായി. അതാണ് മാലാ പാർവതി തൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. മാലാ പാർവതി പറയുന്ന ആ വരികൾ കൂടി നമുക്ക് കേൾക്കാം. ഇപ്പോഴത്തെ ഈ ഭരണസമിതിയുടെ കാര്യങ്ങൾ ഒരു പക്വത കുറവ്, പാവമാണ് കേട്ടോ, പക്ഷെ പക്വത കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ആ സമയത്ത് ബാബുരാജ് ഇറക്കിയ ആള് എന്നുള്ള രീതിയിലൊക്കെ ചില തോക്കുകൾ വന്നിരുന്നു. അതെ, അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ബാബുരാജിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഇത് ശ്വേത തന്നെയാണ് ഇങ്ങനെ ഒരാളെ രംഗപ്രവേശം ചെയ്യിപ്പിച്ചതെന്ന്. സാധാരണ നമ്മുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു പെണ്ണ് കേസ് വരുന്നതും ഇത്തരം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതും ഒക്കെ അവർക്ക് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണെന്ന് ബാബുരാജ് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് ബാബുരാജ് പറഞ്ഞതിനെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ വലിയൊരു PR സംഘത്തിനെ വലിയ പണം കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് പോലും ശ്വേതയ്ക്കെതിരെ സംസാരിച്ച ആൾക്കാർക്കെതിരെ എല്ലാം അറ്റാക്ക് ചെയ്യാനായിട്ട്. വിക്ടിം കാർഡ് ഇറക്കി ജയിക്കുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ മാം ഉൾപ്പെടെ എല്ലാവരും ആ സമയത്ത് കട്ടയ്ക്ക് കൂടെ നിന്നു ശ്വേതാ മേനോൻ. അപ്പൊ ശരിക്കും ഒരു വിക്ടിമൈസ് ചെയ്തിട്ട് വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് ജയിച്ചതുപോലെ, ഇപ്പൊ ലേഡി കാർഡ് വുമൺ കാർഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ സമയത്ത് ഒരു വിക്ടിം കാർഡ് ഉണ്ടായിരുന്നു. കട്ടയ്ക്ക് കൂടെ നിന്നു. ആരാണ് ശ്വേതയെ പറയാനെന്നും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ചാടി ഇറക്കി മുണ്ടും പടക്കി കുത്തി. പക്ഷെ അതിനുശേഷം അതങ്ങോട്ട് വാനിഷ് ആയി. ഇപ്പൊ നമ്മൾ തിരിഞ്ഞാലോചിക്കുന്ന സമയത്താണ് അതെ പല കാര്യങ്ങളും എവിടേക്കോ. കാരണം ഇന്നലത്തെ കമ്മിറ്റിയിൽ വളരെ വിഷമകരമായ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് എടുക്കുക. അങ്ങനെ ചെയ്യരുത്. ഒരു നേതൃത്വത്തിലിരിക്കുന്നവരും ചെയ്യരുത്. നമ്മൾ പറയുമ്പോൾ ഒരിക്കലും അത് പേഴ്സണൽ കാര്യമല്ല. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ കാണാനുള്ള ഒരു പക്വത വേണം.